ലോകത്തിലെ ഏറ്റവും വലിയ തത്സമയ പേയ്മെന്റ് പ്ലാറ്റ്ഫോമായി ഇന്ത്യയുടെ UPI വളർന്നിരിക്കുന്നു. ആഗോളതലത്തിൽ നടക്കുന്ന തത്സമയ ഡിജിറ്റൽ പേയ്മെന്റുകളുടെ പകുതിയോളവും ഇന്ന് ഇന്ത്യയിലാണ് നടക്കുന്നത്. സാധാരണക്കാരുടെ ചായക്കട മുതൽ വലിയ ഷോപ്പിംഗ് മാളുകൾ വരെ പണമിടപാടുകൾക്ക് ഇന്ന് UPIയെ ആണ് ആശ്രയിക്കുന്നത്. എന്നാൽ സൗജന്യ UPI എന്ന സംവിധാനം നിലനിർത്തണമോ അതോ ബാങ്കുകൾക്കും ഇടനിലക്കാർക്കുമായി MDR പുനഃസ്ഥാപിക്കണമോ എന്ന ചർച്ച ശക്തമായിരിക്കുകയാണ്. വ്യാപാരികൾ നടത്തുന്ന 2000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് 0.25% മുതൽ 0.4% വരെ MDR ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഭേദഗതി ബിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ അവതരിപ്പിച്ചു. 2000 രൂപയ്ക്ക് വെറും 5 മുതൽ 8 രൂപ വരെ മാത്രമാണ് ഈടാക്കുന്നത് എന്നതിനാൽ ഇത് ചെറുതായി തോന്നാം. പക്ഷേ മൊത്തം UPI ഇടപാടുകളിൽ 5% മാത്രമേ 2000 രൂപയ്ക്ക് മുകളിലുള്ളൂ എന്ന കണക്കുകൾ കൂടി സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇത് ഡിജിറ്റൽ വൽക്കരണത്തിന്റെ വേഗതയെ പ്രതികൂലമായി ബാധിച്ചേക്കാം എന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായം. ചെറിയ വ്യാപാരികൾ വീണ്ടും പണമിടപാടുകളിലേക്ക് തിരിയാൻ ഇത് കാരണമായേക്കാം. സ്പോട്ട്ലൈറ്റ് ഈ അവസരത്തിൽ പരിശോധിക്കുന്നു: UPI വിപ്ലവത്തിന് മേൽ കരിനിഴലോ? UPI എന്നത് ഇന്ത്യയുടെ പ്രധാന പേയ്മെന്റ് ഓപ്ഷനായി മാറിയിരിക്കുകയാണ്. 2025-26 24,000 കോടിയിലധികം UPI ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ഇവയുടെ ആകെ മൂല്യം 314 ലക്ഷം കോടി രൂപയാണ്. ഈ വളർച്ചയ്ക്ക് നിരവധി കാരണങ്ങളുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം MDR അഥവാ മെർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് ഒഴിവാക്കിയതാണ്. ഡിജിറ്റൽ പേയ്മെന്റുകൾ സാധ്യമാക്കാൻ ബാങ്കുകളും മറ്റ് ഇടനിലക്കാരും ഈടാക്കുന്ന ഫീസാണിത്. ഇത് അനുവദിക്കുന്നതിനായാണ് ധനമന്ത്രി ചൊവ്വാഴ്ച ടാക്സേഷൻ ആൻഡ് അതർ ലോസ് ഭേദഗതി ബിൽ അവതരിപ്പിച്ചത്. നിലവിൽ UPI, റുപേ ഡെബിറ്റ് കാർഡുകൾ എന്നിവ വഴി ഇടപാട് നടത്തുമ്പോൾ MDR ഈടാക്കുന്നതിൽ നിന്ന് ബാങ്കുകളെയും കമ്പനികളെയും ഈ വകുപ്പ് പൂർണ്ണമായും തടഞ്ഞിരുന്നു. എന്നാൽ ഈ പുതിയ ഭേദഗതി ബിൽ പാസ്സാകുന്നതോടെ ഏതൊക്കെ പേയ്മെന്റുകൾ സൗജന്യമായി തുടരണമെന്നും ഏതൊക്കെ ഇടപാടുകൾക്ക് MDR ഫീസ് വേണമെന്നും തീരുമാനിക്കാനുള്ള പൂർണ്ണമായ അധികാരം കേന്ദ്ര സർക്കാരിന് ലഭിക്കും. അതായത് ഈ സർക്കാരിന് വേണമെങ്കിൽ ഭാവിയിൽ എല്ലാ UPI ഇടപാടുകൾക്കും MDR ഫീസ് കൊണ്ടുവരാൻ സാധിക്കും. നിരക്ക് എത്രയായിരിക്കണം, അതല്ലെങ്കിൽ ഏതെല്ലാം ഇടപാടുകൾക്ക് ബാധകമാകണം, ഈ കാര്യങ്ങളിലൊക്കെ അന്തിമ തീരുമാനം ഇതുവരെയും എടുത്തിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ. നിലവിൽ ചർച്ചയിലുള്ള നിർദ്ദേശങ്ങളിൽ ഒന്നനുസരിച്ച് 2000 രൂപയ്ക്ക് മുകളിലുള്ള വാണിജ്യ UPI ഇടപാടുകൾക്ക് 0.3% മുതൽ 0.5% വരെ മെർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് ഈടാക്കാനാണ് ആലോചന. എന്നാൽ വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയ്ക്ക് മുകളിലുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്ക് മാത്രമായിരിക്കും ഇത് ബാധകമാവുക. ഉപഭോക്താക്കൾക്ക് അധിക തുക നൽകേണ്ട സാഹചര്യം ഉണ്ടാകില്ലെന്നും ചെറുകിട വ്യാപാരികളെ ചാർജിൽ നിന്നും ഒഴിവാക്കുമെന്ന് കേന്ദ്രം പറയുന്നുണ്ടെങ്കിലും വൈകാതെ ഇന്ത്യയുടെ ഡിജിറ്റൽ വിപ്ലവം കരിനിഴൽ വീഴ്ത്തുന്ന ഒന്നായി ഇത് മാറുമോ എന്ന സാമ്പത്തിക വിദഗ്ധരുടെ ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് ഡിജിറ്റൽ പേയ്മെന്റുകൾ നടത്തുമ്പോൾ വ്യാപാരികളിൽ നിന്ന് ബാങ്കുകളും പേയ്മെന്റ് കമ്പനികളും ഈടാക്കുന്ന ഒരു ചെറിയ സർവീസ് ഫീസാണ് MDR അഥവാ മെർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ്. ഈ ഫീസ് ഒരിക്കലും ഉപഭോക്താവിൽ നിന്നല്ല, മറിച്ച് വ്യാപാരിയിൽ നിന്നാണ് ഈടാക്കുന്നത്. നിങ്ങളിപ്പോൾ ഒരു കടയിൽ നിന്ന് 1000 രൂപയുടെ സാധനം വാങ്ങി കാർഡ് സ്വൈപ്പ് ചെയ്തു എന്ന് കരുതൂ. MDR നിരക്ക് 2% ആണെങ്കിൽ നിങ്ങൾ നൽകുന്ന 1000 രൂപയിൽ നിന്ന് 20 രൂപ ഫീസായി കുറച്ച ശേഷം ബാക്കി 980 രൂപ മാത്രമേ വ്യാപാരിയുടെ അക്കൗണ്ടിലേക്ക് വരികയുള്ളൂ. അതായത് ഉപഭോക്താവ് മുഴുവൻ തുകയും നൽകുമെങ്കിലും വ്യാപാരിക്ക് ഈ ചെറിയ ഫീസ് കഴിഞ്ഞുള്ള തുകയാവും ലഭിക്കുക. വ്യാപാരി നൽകുന്ന ഈ MDR തുക പ്രധാനമായിട്ടും 3 വിഭാഗങ്ങൾക്കാണ് വീതിച്ച് നൽകുന്നത്. ഇതിൽ ആദ്യത്തേത് ഉപഭോക്താവിന് കാർഡ് നൽകിയ ബാങ്കാണ്. തുകയുടെ ഏറ്റവും വലിയ പങ്ക് ലഭിക്കുന്നതും ഇവർക്കാണ്. രണ്ടാമത്തേത് പേയ്മെന്റ് സുരക്ഷിതമാക്കുന്ന വിസ, മാസ്റ്റർ കാർഡ് പോലെയുള്ള കാർഡ് നെറ്റ്വർക്ക് കമ്പനികൾക്ക്. മൂന്നാമത് വ്യാപാരിക്ക് കാർഡ് സ്വൈപ്പിംഗ് മെഷീൻ നൽകിയ ബാങ്കിനുള്ളതാണ് ഈ തുകയുടെ 1%. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ഈ ഫീസ് ഒരിക്കലും ഉപഭോക്താക്കൾ നൽകേണ്ടതില്ല എന്നുള്ളതാണ്. കൂടാതെ നിലവിൽ ഇന്ത്യയിൽ നമ്മൾ സാധാരണയായി ചെയ്യുന്ന ബാങ്ക് ടു ബാങ്ക് UPI ഇടപാടുകൾക്കും റുപേ ഡെബിറ്റ് കാർഡുകൾക്കും സർക്കാർ നിയമപ്രകാരം MDR പൂർണ്ണമായും സൗജന്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ കടകളിൽ പോലും ഇന്ന് UPI പേയ്മെന്റുകൾ
വളരെ വ്യാപകമായി ഉപയോഗത്തിൽ വന്നതും അങ്ങനെയാണ്. നിലവിലെ പോലെ പൂർണ്ണമായും സൗജന്യം എന്ന രീതിയിൽ UPI സംവിധാനത്തെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്നാണ് ധനമന്ത്രാലയത്തിന്റെ നിലപാട്. UPI കൂടുതൽ ശക്തമാക്കാനും അതിന്റെ അടുത്ത ഘട്ട വളർച്ചയ്ക്കും ആവശ്യമായ പണം കണ്ടെത്താനുമാണ് ഈ മാറ്റം കൊണ്ട് ലക്ഷ്യമിടുന്നത്. ദിവസവും നടക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ UPI ഇടപാടുകൾ തടസ്സമില്ലാതെയും സുരക്ഷിതമായും ഒക്കെ നടക്കണമെങ്കിൽ വലിയ സെർവറുകളും അതേപോലെ സാങ്കേതിക സംവിധാനങ്ങളും ഒക്കെ ആവശ്യമാണ്. ഇത് പ്രവർത്തിപ്പിക്കാൻ വലിയൊരു തുകയും ചെലവ് വരുന്നുണ്ട്. നിലവിൽ UPI പൂർണ്ണമായും സൗജന്യമായതുകൊണ്ട് തന്നെ ഉപഭോക്താക്കളോ കച്ചവടം ചെയ്യുന്നവരോ ഒന്നും ഇതിനു വേണ്ടി പ്രത്യേക ഫീസ് ഒന്നും നൽകുന്നില്ല. അതുകൊണ്ട് ഈ സിസ്റ്റം പ്രവർത്തിക്കുന്നതിനുള്ള മുഴുവൻ സാമ്പത്തിക ബാധ്യതയും നിലവിൽ വഹിക്കുന്നത് ബാങ്കുകളും NPCIയുമാണ്. സർക്കാരും ഒരു ചെറിയ സഹായം നൽകുന്നുണ്ട്. UPI ഉപയോഗം ഓരോ ദിവസവും കുതിച്ചുയരുകയാണ്. ഈ സേവനം വഴി യാതൊരു വരുമാനവും ലഭിക്കാത്തത് കൊണ്ട് തന്നെ പുതിയ സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരാനോ അല്ലെങ്കിൽ നിലവിലെ സംവിധാനങ്ങൾ കൂടുതൽ വികസിപ്പിക്കാനോ സാധിക്കുന്നില്ല എന്ന് UPI സേവനദാതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഫോൺ പേ, ഗൂഗിൾ പേ തുടങ്ങിയ കമ്പനികളാണ് നമ്മുടെ രാജ്യത്തെ ഭൂരിഭാഗം UPI ഇടപാടുകളും കൈകാര്യം ചെയ്യുന്നത്. കഴിഞ്ഞ ജൂലൈ മാസത്തിലെ മാത്രം കണക്ക് പരിശോധിച്ചാൽ ഇന്ത്യയിൽ നടന്നത് 2360 കോടി UPI ഇടപാടുകളാണ്. അപ്പൊ ഇത്രയും വലിയ ഇടപാടുകൾ താങ്ങി നിർത്താൻ വലിയ ചെലവുണ്ടെന്നാണ് കമ്പനികളുടെ വാദം. MDR ഈടാക്കുന്നത് വഴി ഡിജിറ്റൽ പേയ്മെന്റ്സ് വ്യവസായത്തിന് പ്രതിവർഷം 5000 കോടി മുതൽ 10,000 കോടി രൂപ വരെയുള്ള വരുമാനം ലഭ്യമാക്കാൻ സഹായിക്കുമെന്നാണ് നിലവിലെ വിലയിരുത്തൽ. UPI ഇടപാടുകൾ പ്രോസസ് ചെയ്യുന്നത് വളരെ ചിലവേറിയതാണെന്നാണ് പേയ്മെന്റ് വ്യവസായങ്ങൾ അവകാശപ്പെടുന്നത്. എങ്കിലും ഓരോ ഇടപാടിനും എത്ര ചെലവഴിക്കുന്നു എന്നതിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം 2000 രൂപയിൽ താഴെയുള്ള 95% UPI വ്യാപാരി ഇടപാടുകൾക്കായി സർക്കാർ നൽകിയ സബ്സിഡി 2196 കോടി രൂപയായിരുന്നു. ഇനി റിസർവ് ബാങ്കിന്റെ ചില സാമ്പത്തിക കണക്കുകൾ കൂടി ഞാൻ പറയുകയാണ്. 2025-26 കാലയളവിൽ റിസർവ് ബാങ്ക് കേടായ 1700 കോടി നോട്ടുകൾ നശിപ്പിക്കുകയും പുതിയ കറൻസി അച്ചടിക്കാൻ 4875 കോടി രൂപ ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡിജിറ്റൽ ഇടപാടുകളൊക്കെ വർദ്ധിച്ചതോടെ കറൻസി അച്ചടി, ഗതാഗതം, ATM പരിപാലനം എന്നിവയിൽ ബാങ്കുകൾക്കും സർക്കാരിനും ആയിരക്കണക്കിന് കോടി രൂപ ലാഭിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. 2014-15 ഇന്ത്യയുടെ പണമിടപാടുകൾ നടത്തുന്നതിനുള്ള ചെലവ് GDPയുടെ 1.7% എന്ന് വിസ റിപ്പോർട്ട് കണക്കാക്കിയിട്ടുണ്ട്. ഇന്നത്തെ GDPയുടെ 0.1% എടുത്താൽ പോലും അത് 30,000 കോടി രൂപയിലധികം വരും. കൂടാതെ ഡിജിറ്റൽ പണമിടപാടുകൾ കൂടി വർദ്ധിച്ചതോടെ നികുതി നൽകുന്നവരുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. രാജ്യത്തെ UPI ഇടപാടുകളുടെ നടത്തിപ്പിന് വേണ്ടി ഒരു വർഷം വരുന്ന ചെലവ് അത് ഏകദേശം 9,600 കോടി രൂപ മുതൽ 24,000 കോടി രൂപ വരെയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മാത്രം റിസർവ് ബാങ്ക് തങ്ങളുടെ മിച്ചത്തുകയായി കേന്ദ്ര സർക്കാരിന് കൈമാറിയ 2.9 ലക്ഷം കോടി രൂപയുടെ വെറും 3 മുതൽ 8% വരെ പണം മാറ്റിവെച്ചാൽ തന്നെ ഇന്ത്യയിലെ മുഴുവൻ UPI ഇടപാടുകളുടെയും ചെലവ് വളരെ എളുപ്പത്തിൽ നികത്താൻ കഴിയും. UPI ഇത്രയും വലിയൊരു ജനകീയ മുന്നേറ്റമായി മാറിയതിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഉപയോക്താക്കൾക്കും വ്യാപാരികൾക്കും ഇത് പൂർണ്ണമായും സൗജന്യമായി ലഭ്യമാക്കിയതാണ്. ഭൗതിക കറൻസി അച്ചടിക്കുന്നതിനും സൂക്ഷിക്കുന്നതിനുമുള്ള ഭീമമായ ചെലവുകളൊക്കെ പരിശോധിക്കുമ്പോൾ UPI രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് നൽകുന്ന ലാഭം വളരെ വലുതാണ്. UPI സേവനങ്ങൾക്ക് വ്യാപാരികളിൽ നിന്നും സർക്കാർ ഫീസ് ഈടാക്കിയാൽ അത് ഒടുവിൽ ഉപഭോക്താക്കളെ തന്നെയാകും ബാധിക്കുക. കാരണം തങ്ങൾക്ക് വരുന്ന അധിക ചെലവ് വ്യാപാരികൾ സാധനങ്ങളുടെ വില കൂട്ടിയോ സർവീസ് ചാർജ് ചേർത്തോ ഉപഭോക്താക്കളിൽ നിന്നും തന്നെ തിരിച്ചു പിടിക്കാനാണ് സാധ്യത. അതായത് വ്യാപാരികൾക്ക് വരുന്ന ചാർജ് ആത്യന്തികമായി സാധാരണക്കാരന്റെ പോക്കറ്റിൽ ഈടാക്കപ്പെടും. പേയ്മെന്റ് സ്ഥാപനങ്ങളുടെയും ബാങ്കുകളുടെയും ചെലവുകൾ പരിഹരിക്കാൻ MDR ഉപയോക്താക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കാതെ സർക്കാരിന്റെ മറ്റ് ഫണ്ടുകളിൽ നിന്നോ അല്ലെങ്കിൽ സബ്സിഡികളിലൂടെയോ പരിഹാരം കാണുന്നതാണ് രാജ്യത്തിന്റെ ഡിജിറ്റൽ ഭാവിക്ക് കൂടുതൽ ഗുണകരമാവുക. ഈ ഒരു നിരീക്ഷണത്തോടെ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാവുകയാണ്. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും ഇതേ സമയം. നമസ്കാരം.